ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സംഭവമാണിത്. അപ്പോൾ നമുക്കിന്ന് ഒരു DIY കട്ടിംഗ് മാറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കാർഡ്ബോർഡ് എടുത്തതെന്ന് പറഞ്ഞതിന് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന കാർഡ്ബോർഡ് അത്യാവശ്യം കട്ടിയുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അപ്പോൾ എൻ്റെ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ആദ്യത്തെ കാർഡ്ബോർഡ് അത്ര കട്ടിയില്ല, അതുകൊണ്ടാണ് 2 കാർഡ്ബോർഡ് എടുത്തത്. സൈഡ് ഞാനിവിടെ പ്ലാസ്റ്റിക് ടേപ്പാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നി. എന്നാൽ നമ്മളിതിന് മെയിനായിട്ടുള്ള ആവശ്യമുള്ളത് ഗ്രാഫ് പേപ്പറാണ്. ഈ ഗ്രാഫ് പേപ്പറിൻ്റെയും അതിന് മെയിനായിട്ട് ഒരു ഗ്രീൻ പോർഷൻ ഉണ്ടാവില്ലേ, ആ പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് മാത്രമാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് 2 ഒട്ടിക്കണമല്ലോ, അതുകൊണ്ടാണ് അത്യാവശ്യം ഫെവിക്കോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാർഡ്ബോർഡിൽ ഗ്രാഫ് പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം അത്ര ഫെവിക്കോൾ യൂസ് ചെയ്യണ്ട. എന്ന് വെച്ചാൽ ഞാനിവിടെ അത്യാവശ്യം എടുത്തപ്പോൾ അതും ഭയങ്കര ചുളുങ്ങി പോവാണ് പേപ്പർ ചെയ്യുന്നത്. അപ്പോൾ അത്ര ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല കാർഡ്ബോർഡിൽ അത് ഒട്ടിക്കുമ്പോൾ പേപ്പർ. അപ്പോൾ കുറച്ചെടുത്താൽ മതി, അത് ശ്രദ്ധിച്ചോളാം. അതുകഴിഞ്ഞ് ഞാനിവിടെ ഗ്രാഫ് പേപ്പർ 4 എണ്ണമാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഗ്രാഫ് പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എഡ്ജസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കവായി സ്റ്റിക്കേഴ്സാണ്. ഈ കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആകെ മിക്ക സ്റ്റേഷനറി ഷോപ്സിലും കിട്ടും. ആകെ 10 രൂപയുള്ളൂ ഒരു ഷീറ്റിന്. അപ്പം വളരെ ചിലവ് ചുരുങ്ങിയ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ കട്ടിങ് മാറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ അത്ര കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും വളരെ ഉപകാരപ്പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള വീഡിയോസിനായിട്ട്. അപ്പോൾ ഇത് വെറുതെ നമ്മളിപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ സൈഡിൽ ഒട്ടിച്ചെടുത്ത് അതുപോലെ ഞാൻ കുറച്ച് മിഡിലും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്തോളാം. അതുപോലെ തന്നെ ഇതുപോലുള്ള DIYസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.